സാർ, ചൈനയ്ക്ക് മുകളിൽ ഇന്ത്യൻ വ്യോമസേന എന്ന തരത്തിൽ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു വാർത്ത പുറത്തു വരാൻ എന്താണ് കാരണം? ചൈനയ്ക്ക് മുകളിലേക്ക് ഇന്ത്യൻ വ്യോമസേന എന്ത് പ്രകടനമാണ് അല്ലെങ്കിൽ എന്ത് പദ്ധതിയാണ് പുറത്തിറക്കിയിട്ടുള്ളത്? ലോകത്ത് മൂന്നാം ശക്തിയായി ഇന്ത്യ മാറുന്നു എന്ന വ്യക്തമായ ഒരു ധാരണ അല്ലെങ്കിൽ വ്യക്തമായ ഒരു സന്ദേശം കൂടിയാണോ പുറത്തു വരുന്ന ഇത്തരം വാർത്തകൾ നൽകുന്നത്? പുറത്തു വരുന്ന ഇത്തരം വാർത്തകൾ എന്ന് പറഞ്ഞാൽ ആരേലും പറയുന്ന വാർത്തയൊന്നും അല്ല. അതിനകത്ത് അതൊരു ഏജൻസിയാണ്. വലിയ വലിയ പഴക്കത്തിലുള്ളതിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ഏജൻസിയാണ് ഗ്ലോബൽ എയർ പവർ റാങ്കിങ്. അതായത് 2025 ഒന്നാമത് അമേരിക്ക, രണ്ടാമത് റഷ്യ, മൂന്നാമത് ഇരുന്ന ചൈനയെ മറികടന്ന് ഇന്ത്യ എന്നാണ് ഇപ്പം വരുന്നത്. അതിനകത്ത് നാലാമത് വരുന്ന രാജ്യം ആയിട്ട് ചൈന മാറുന്നു, അഞ്ചാമത് ജപ്പാൻ, ഈ പറയുന്ന ആറാമത് ഇസ്രായേൽ. പത്ത് വരെയുള്ളതുണ്ട്. അപ്പൊ 5 വരെ നമ്മൾ പറയാം. അപ്പൊ മോഡേൺ ഇത് പ്രസിദ്ധീകരിച്ചു വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ എയർക്രാഫ്റ്റ്സ് എന്ന് പറയുന്ന WDMMA ആണ് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. ഇവര് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ അല്ലെങ്കിൽ ഈ പവർ പരിശോധിക്കുന്നത്. അതായത് ഈ ഇവര് പഠിക്കുന്നത് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ പറയുന്ന എണ്ണത്തിന്റെ കണക്കിലല്ല എയർക്രാഫ്റ്റ്സിന്റെ. മനസ്സിലാവുന്നുണ്ട്. അപ്പം ഈ 2019 മുതൽ ലോകത്തെ പവർഫുൾ എയർഫോഴ്സ് പട്ടിക ഈ പറഞ്ഞതുപോലെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇതിനകത്ത് സിന്ധൂറിന് ശേഷം തന്നെയാണ്, അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ ഈ വ്യോമസേനയുടെ ഈ പുതിയ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ഇന്ത്യ 3-ാം സ്ഥാനത്ത് വരുന്നത്. അതായത് ഇവർ തെരഞ്ഞെടുത്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ രാജ്യങ്ങൾ അല്ലെങ്കിൽ പവർഫുൾ ആണോ, അല്ലെങ്കിൽ എയർഫോഴ്സ് പവർഫുൾ ആണോ, നേവി പവർഫുൾ ആണോ, അല്ലെങ്കിൽ ഈ പറയുന്നത് മറ്റ് പല ഘടകങ്ങളും പവർഫുൾ ആണോ എന്നുള്ള രീതിയിലേക്കുള്ള പരിശോധന. പക്ഷെ ഇവർക്ക് എനിക്ക് തോന്നുന്നു എയർഫോഴ്സിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ പഠനം നടത്തുന്നത്. അതിനകത്ത് സ്പെഷ്യൽ ഇവരെ കണക്ക് കൂട്ടുന്ന മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ഇവർ പരിഗണിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് സ്പെഷ്യൽ മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഈ സ്പെഷ്യൽ ആയിട്ടുള്ള മിഷൻ ഏറ്റെടുക്കുന്നതായിരിക്കും സ്പെഷ്യൽ മിഷൻ. രണ്ട്, ഈ പറയുന്ന ഡെഡിക്കേറ്റഡ് പവർ ഫോഴ്സ്. ഡെഡിക്കേറ്റഡ് പവർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ പവർ ഫോഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. 3, CAS. 4, ട്രെയിനിങ്. 5, പുതിയ ഓർഡറുകളുടെ എണ്ണം. അതായത് പുതിയ ഓർഡറുകൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ വെളിയിൽ നിന്ന് നമ്മൾ ഓർഡർ കൊടുക്കുന്നതും ഒക്കെ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. വെളിയിൽ നിന്ന് ഓർഡർ അതിനാണ് സാധ്യത കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ നമ്മൾക്ക് പ്രാദേശികമായിട്ട് ബിൽഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതുപോലെ നമ്മുടെ ടെക്നോളജി, ഇതൊക്കെ അവർ പരിഹരിക്കുന്നുണ്ടോ പിന്നെ ലോക്കൽ ഇൻഡസ്ട്രിയിൽ ഈ പറയുന്നത് പോലെ എത്ര വലിപ്പത്തിൽ നമ്മൾക്ക് എയർക്രാഫ്റ്റ്സ് ഉണ്ടാക്കാൻ സാധിക്കും. അതിന് ഇപ്പൊ സുഹോയ് MK, തേജസ് വിമാനം, AMCA പ്രോജക്ട് കൊണ്ട് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ലോക്കലായിട്ട് നിർമ്മിക്കാൻ പറ്റുന്നതിന്റെ കാര്യങ്ങളും അവർ പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം. ഇപ്പൊ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എയർക്രാഫ്റ്റ്സ് ഉണ്ട്, മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം നമ്മൾക്ക് വലിയ വലുപ്പത്തിലാണെങ്കിൽ ആ രാജ്യം, ഇപ്പൊ റഷ്യ ആയിട്ടുള്ള ബന്ധമുണ്ട്, നമുക്ക് ഇത്ര എയർക്രാഫ്റ്റ്സ് ഉണ്ട്, 3-ാം ശക്തിയാണ്, 2-ാം ശക്തിയായിട്ട് റഷ്യ ആയിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ സഹായം ലഭ്യമാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പൊ ആ ഒരു കാര്യവും അവർ പരിഗണിക്കുന്നുണ്ട്. അതുപോലെ മികച്ച പെർഫോമൻസ്, ഏറ്റവും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാവുന്ന നമ്മുടെ പൈലറ്റ് ഉള്ള രാജ്യം, അതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും വലിയ പെർഫോമൻസ്, അതായത് പിന്നെ മാത്രമല്ല ഏറ്റവും നല്ല ഇത് കൈകാര്യം ചെയ്യാൻ സാധ്യമാകുന്ന പൈലറ്റുമാരെയും അവർ പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി, ഇത് വന്നത് സിന്ധൂറിന് ശേഷമാണ്, ഇത് വന്നത് ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ, ഞാൻ പറഞ്ഞു വന്നു, ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി, അതായത് ലോകത്തിലെ ഏറ്റവും 2-ാം ലോകമഹായുദ്ധ കാലം തൊട്ട് യുദ്ധത്തിനകത്ത് വ്യോമസേനയ്ക്കും അല്ലെങ്കിൽ വലിയ പങ്കുള്ളതും അല്ലെങ്കിൽ യുദ്ധത്തിനകത്ത് മികവ് കാണിച്ചിട്ടുള്ളതുമായിട്ടുള്ള രാജ്യം ഫ്രാൻസ് അല്ല, നമ്മുടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് ഈ പറയുന്നത് പോലെ അവരുടെ വ്യോമസേനയ്ക്ക് ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു അല്ലെങ്കിൽ ഒരു എന്താണ് പറഞ്ഞത്, പരിശീലനം അല്ലെങ്കിൽ ഇവരുടെ ട്രെയിനിങ് വേണമെന്ന് പറഞ്ഞത് പ്രധാനമന്ത്രി പരസ്പരം സമ്മതിച്ചിരുന്നു. ഫ്രാൻസിന്റെ കാര്യം പറഞ്ഞത് കുഴപ്പമില്ല. ഫ്രാൻസ് നമ്മളുമായിട്ട് ഈ പറയുന്ന പോലെ വളരെ കൃത്യമായിട്ട് സഹകരിച്ചു പോകുകയും അല്ലെങ്കിൽ സൈന്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൈനിക അഭ്യാസം നടത്തുകയും ഇന്ത്യൻ സൈന്യം അവിടെ പോയി ട്രെയിനിങ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ ഒരു അർത്ഥം ഈ പറയുന്നത് പോലെ ഏറ്റവും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പരിചയസമ്പന്നതയുള്ള പൈലറ്റുമാരെ ഇത്തരത്തിൽ
പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ ഈ എയർക്രാഫ്റ്റ്സുകളിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, ഈ എയർക്രാഫ്റ്റ്സുകളിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾ, അത് എവിടെ എന്തൊക്കെയാണെന്നുള്ള രീതിയും അല്ലെങ്കിൽ അതും ഈ പറയുന്ന എയർഫോഴ്സിന്റെ അല്ലെങ്കിൽ മികവിനെ അല്ലെങ്കിൽ ഈ റേറ്റിംഗിനെ വേണ്ടി പരിശോധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ എല്ലാം പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യ ഇപ്പം 4ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന ഇന്ത്യ 3ാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ചൈനയെ പോലും മറികടന്ന്, ഇപ്പൊ ചൈന 5ാം തലമുറ വിമാനമുണ്ട്, 6ാം തലമുറ വിമാനമുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും അവർ പരിഗണിച്ചിട്ടില്ല. ഈ പറയുന്നത് പോലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇപ്പൊ ഏറ്റവും വലിയ വലിപ്പത്തിൽ നിൽക്കുന്ന എല്ലാ അർത്ഥത്തിലും ഇപ്പം ഈ പറയുന്നത് പോലെ അമേരിക്ക തന്നെയാണ്, 2ാം സ്ഥാനത്ത് റഷ്യ വരുന്നുണ്ട്, 3ാം സ്ഥാനത്ത് ഈ പറയുന്നത് പോലെ ഇന്ത്യ വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരുപക്ഷെ ഈ റേറ്റിംഗ് അല്ലെങ്കിൽ ഇതിനകത്ത് വ്യത്യാസം വരുത്താൻ കാരണം, അല്ലെ ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞ പോലെ പഹൽഗാം നമുക്കൊരു അനുഗ്രഹമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളുടെ വലിയ സഹോദരങ്ങൾ അല്ലെങ്കിൽ വളരെ ഒത്തിരിയും കുടുംബങ്ങളുടെ സിന്ദൂരം വായിച്ചൊരു ഇതാണ്. അതിനുശേഷം നമ്മൾ തന്നെ തിരിച്ചടി കൊടുത്തു, അതിനകത്ത് ലോകത്തിന്റെ നെറുകയിൽ നമ്മൾ കൂടുതൽ ഉയരത്തിലെത്തി. എന്നാലും ആ പഹൽഗാം ഇൻസിഡന്റും ആ നഷ്ടവും നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. അത് ഈ തിരിച്ചടിക്കകത്ത് വ്യോമസേനയ്ക്ക് മാത്രമായിരുന്നു നീതു ഈ പറയുന്നത് പോലെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റിയത്. മറ്റേ കരസേനയ്ക്ക് ഈ പറയുന്നത് പോലെ ഒന്നുമില്ല, ബൗണ്ടറിയൊക്കെ നിന്ന് അവന്മാർ കണ്ടുവന്ന് ചെപ്പ് കൊടുത്ത് വിട്ടതേ ഉള്ളൂ. പുള്ളിയായിട്ട് കടന്നു കയറി ആക്രമിച്ചിട്ടും ഒന്നുമില്ല. നേവി നോക്കൂത്തിയായിരുന്നു, അവരവിടെ നിന്ന് പല്ലും ചർമ്മി നിൽക്കുന്നേ ഉള്ളൂ, ഒരവസരം പോലും കൊടുത്തില്ല. മനസ്സിലായോ? നേവിയെ കണ്ടോണ്ട് ഓടിയ പാകിസ്ഥാനേ ഉള്ളൂ. അവരുടെ നേവി വരുന്നത് കണ്ടുകൊണ്ടും നമ്മുടെ INS വരുന്നത് കണ്ടുകൊണ്ടും അവന്മാരെ ഓടി സേഫ് സോണിൽ കയറിയത്. അതൊക്കെ ലോക മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. അപ്പൊ ഞാനീ പറഞ്ഞത് വ്യോമസേനയ്ക്ക് മാത്രമായിരുന്നു ഈ പ്രകടനത്തിൽ 4 ദിവസത്തെ പ്രകടനത്തിൽ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയത്. ചെറിയൊരു പ്രകടനം. ആ ചെറിയൊരു പ്രകടനത്തിൽ തന്നെ ഈ പറയുന്നത് പോലെ നമ്മുടെ വിമാനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പൈലറ്റുമാരുടെ ആക്യുറസിയും അല്ലെങ്കിൽ ആ ഒക്കെ അതിനകത്ത് ഈ പറയുന്നത് പോലെ തെളിയിക്കുവാൻ സാധിച്ചു. നമുക്ക് അതിനകത്ത് പറഞ്ഞ ആദ്യത്തെ ആക്രമണത്തിൽ 9 ഈ പറഞ്ഞ ഭീകരന്മാരുടെ കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ പൂർണ്ണമായിട്ടും തകർന്നു പോയി. പക്ഷേ ആ കെട്ടിടം മാത്രം തകരുന്നു. നമ്മുടെ അതിർത്തിയിൽ നിന്ന് നമ്മൾ വിടുന്ന മിസൈലുകൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ കൃത്യതയോടുകൂടി അവിടെ വീഴുന്നു. ഉദ്ദേശിക്കുന്ന കൃത്യത ഞാൻ എന്റെ ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ വീഴുന്നു. നോക്കിയപ്പം ഇത് സാധ്യമാകുന്നത് ഇന്ത്യക്കേ ഉള്ളൂ. അത് പൈലറ്റുമാരുടെയും വിമാനത്തിന്റെയും അല്ലെങ്കിൽ യുദ്ധ മികവിന്റെയും ഒക്കെ കഴിവാണ്. അത് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടൊന്നും സാധിക്കുന്ന ഒരു വിഷയമല്ല. മാത്രമല്ല നമ്മൾ രാവിലെയും വൈകിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമൊന്നും അല്ലല്ലോ. ഇപ്പൊ അതിനകത്ത് ഇസ്രായേലൊക്കെ ആണെങ്കിൽ ഇസ്രായേലൊക്കെ ആണെങ്കിൽ പറയാം രാവിലെയും വൈകിട്ട് യുദ്ധം ചെയ്യുന്ന, റഷ്യക്കാണെങ്കിൽ എന്നും യുദ്ധമുണ്ട്. നമ്മൾ എത്ര കാലമായി യുദ്ധം ചെയ്തിട്ട്? അപ്പൊ നമ്മൾ എത്രയും കാലമായി യുദ്ധത്തിൽ പോലും നിൽക്കാതെ അല്ലെങ്കിൽ അത്തരത്തിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യോമസേനയും അത്തരത്തിലുള്ള പട്ടാളവും ഒക്കെ ഉള്ളിടത്ത് ഇത്രയും കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. ഇതൊക്കെ ഒരുപക്ഷെ ഈ പറയുന്ന പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ടാവും. ലോകം മൊത്തം ചർച്ച ചെയ്തില്ല ഈ വ്യോമസേനയുടെ അന്നത്തെ ആക്രമണം, അല്ല പല ആക്രമണം നമ്മൾ ടാർഗറ്റുകൾ പൂർത്തീകരിക്കുന്നത്, നമ്മുടെ ലക്ഷ്യങ്ങൾ കൃത്യതയോടെ നടത്തിയത്, അതുപോലെ നമ്മുടെ കിരാന ഹിൽസിനകത്ത് ഈ അവന്റെ വാതിലിൽ അടിച്ച് അവിടെ നിർത്തി, അകത്തോട്ട് അടിച്ച അനുസരണം വരും, എന്നിട്ടും ചേർന്ന് ചെറുതായിട്ട് വന്നെന്നാ പറയുന്നത്. ആ വാതിക്കൽ അടിച്ച് ബ്രഹ്മോസ് അടിച്ച് നിർത്തുക. വാതിക്കൽ എന്ന് പറഞ്ഞാൽ അവസാനം ഉണ്ട്, കയറാൻ പറ്റുമോ? ഇല്ല എന്ന രീതിയിലല്ലേ അവർക്ക് അവിടെ പറ്റിയത്. അതുപോലെ എത്ര വ്യോമത്താവളങ്ങളാണ്. ഇതെല്ലാം വ്യോമസേനയുടെ മികവാണല്ലോ. ഇതെല്ലാം വളരെ കാഷ്വാലിറ്റി നമ്മൾ നോക്കുമ്പോൾ സിവിലിയൻസിന് ഒന്നും പറ്റാതെ വളരെ വിദഗ്ധമായിട്ട് കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്നത് പോലെ ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ അതൊക്കെ തന്നെയായിരിക്കും ഈ 2025 ഈ ഒരു റേറ്റിംഗിനകത്ത് ഇന്ത്യയെ 3ാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത്. ആദ്യം നീതു പറഞ്ഞതുപോലെ 3ാം ശക്തിയാകുന്നു, 2ാം ശക്തിയാകുന്നു, ഒന്നിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ 100ാമത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് 100ാമത് വാർഷികത്തിൽ നമ്മൾ 1ാം സ്ഥാനത്തേക്കും അല്ലെങ്കിൽ അത്തരത്തിൽ ലോക ശക്തിയായിട്ട് മാറുമെന്നൊക്കെ പറയുമ്പോൾ പുച്ഛിക്കുന്നുണ്ടെങ്കിലും ഓരോ ദിവസവും യഥാർത്ഥമായിട്ടുള്ള വാർത്തകൾ ഇതുവരെ ഒരുപക്ഷെ പല ഏജൻസികളും നമുക്ക് പട്ടിണിയാണ്, ചിരി ഏജൻസിയിൽ പാകിസ്ഥാന് പുറകിലാണ്, അഫ്ഗാനിസ്ഥാന് പുറകിലാണെന്നൊക്കെ പറഞ്ഞവർ ഇപ്പൊ നിവൃത്തിയില്ലാതെ പറഞ്ഞേ മതിയാകത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പഴയതുപോലെ ഇതുപോലെ കബളിപ്പീരായിട്ടുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്താൽ ആ ഏജൻസിയുടെ വിശ്വാസ്യത കൂടി പോകും എന്ന് കണ്ടുകൊണ്ട് ഇപ്പോൾ വാസ്തവങ്ങൾ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറയുന്നതിനകത്ത് ഇന്ത്യ 3ാം ശക്തിയാകുന്നു. വ്യോമസേനയിൽ മാത്രമല്ല എല്ലാ തരത്തിലും 3ാം ശക്തിയായിട്ട് ബഹുദൂരത്തിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് ഈ വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്.
യെസ്, എന്തായാലും ഈ രീതിയിലേക്ക് ഇന്ത്യ വലിയൊരു ശക്തിയായിട്ട് വളരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ പറഞ്ഞതുപോലെ ഏറ്റവും മികച്ച സംഘടന അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ ഇത്തരത്തിൽ കണക്കുകൾ, റിപ്പോർട്ടുകളൊക്കെ ലോകത്തിന് മുന്നിൽ നിരത്തുന്നവർ തന്നെയാണ് ഇന്ത്യൻ വ്യോമസേനയെ കുറിച്ചും വാഴ്ത്തിപ്പാടുന്നത്. വ്യക്തമാണ്. താങ്ക് യു പ്രശംസ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.